Hi all, today we are going to begin a new semester, and in this semester I am taking ME 407 Mechatronics for BTech 7th semester Mechanical Engineering students. First we start with module 1 and today's topic is Introduction to Mechatronics. The module 1 of Mechatronics consists of Introduction to Mechatronics, Structure of Mechatronic System, Sensors and Characteristics, Temperature flow and pressure sensors, displacement, position and proximity sensing by magnetic, optical, ultrasonic, inductive, capacitive and eddy current methods. We are also going to discuss encoders, resolvers and synchros, piezoelectric sensors, acoustic emission sensors, and finally principle and type of vibration sensor. These are the parts of module 1. We start with Introduction to Mechatronics. When we start with the word mechatronics, we must know what is that. This word came from Japanese language and it is the combination of mecha and tronics. Mecha is nothing but mechanisms or mechanical systems, and tronics is the shorten of electronics. But it is not only consist of mechanical and electronics engineering, it is also is a combination of all other engineering streams. മെക്കാട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് വേർഡാണ്. ആ ജപ്പാനീസ് വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ എടുത്തിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിനെയും കമ്പൈൻ ചെയ്തിട്ട് മെക്കാട്രോണിക്സ് ആക്കുകയാണ് ചെയ്തത്. And the definition for the subject is, it is defined as multidisciplinary field of study that implies the synergistic integration of electronic engineering, electrical engineering, control engineering and intelligent computer control with mechanical systems for the design and manufacture of product and process. ഞാൻ നേരത്തെ പറഞ്ഞു മെക്കാനിക്കലും ഇലക്ട്രോണിക്സും മാത്രമല്ല ഈ സബ്ജക്റ്റിൽ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, കൺട്രോൾസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെ ബേസിക്സ് ഏത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയും അവരുടെ ഫസ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഡൈനാമിക്സ് ഓർ മോഷൻ. ഒരു മെഷീൻ അല്ലെങ്കിൽ അതിൻ്റെ മോഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം കൺട്രോളിങ്. നമ്മുടെ ഒരു സിസ്റ്റത്തിനെ മാക്സിമം ഇലക്ട്രോണിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പഠിക്കുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അഥവാ സർക്യൂട്ട്സ്. മെയിൻലി ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് കൺസിസ്റ്റ് ഓഫ് പല മെത്തേഡ്സിലുള്ള എക്യുപ്മെൻറ്റ്സ് അഥവാ സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ട് പഠിക്കുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ ഡിജിറ്റലൈസേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ്, പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ് മെക്കാട്രോണിക്സ്. നമുക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും കമ്പൈൻ ചെയ്യാം, കൺട്രോൾ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കലും കമ്പൈൻ ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് സിസ്റ്റംസിനെ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ 3-4 സിസ്റ്റംസ് ഒന്നിച്ച് കമ്പൈൻ ചെയ്യാം. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന ടോട്ടൽ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് മെക്കാട്രോണിക്സ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ എ ഫിഗർ വിച്ച് കൺസിസ്റ്റ് ഓഫ് ബേസിക് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് ലൈക്ക് mechanical systems, electrical systems, computer system and control system. ഇതാണ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ്: മെക്കാനിക്കൽ, കൺട്രോൾ, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇതിനെ നമുക്ക് ലെവൽ 1 എന്ന് പറയാം. ഈ പറഞ്ഞിരിക്കുന്ന 4 സിസ്റ്റത്തിനെ നമുക്ക് ലെവൽ 1 എന്ന് പറയാം. അതിൻ്റെ അകത്ത് നിങ്ങൾ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
നമ്മളിപ്പോൾ ആദ്യം മെക്കാനിക്കലിനെയും ഇലക്ട്രിക്കലിനെയും കമ്പൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ടാവും, മെക്കാനിക്കലിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും കോമ്പിനേഷൻ, ദാറ്റ് ഈസ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്. Electromechanical system is nothing but the combination of mechanical systems and electrical system. Similarly, computer and electrical engineering, അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ you can see digital circuits. ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടേഴ്സാണ്, നമ്പേഴ്സാണ്, ന്യൂമറിക്കൽസ് ആണ്. സർക്യൂട്ട്സ് മെയിൻലി ഇലക്ട്രിക്കൽ സൈഡാണ്. സോ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽഡാണ് ഡിജിറ്റൽ കൺട്രോൾ. ആൻഡ് ദെൻ കൺട്രോൾ സിസ്റ്റവും മെക്കാനിക്കൽ സിസ്റ്റവും, അഥവാ ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻലി ഇലക്ട്രോണിക്സ് ആണ്. കൺട്രോൾ സിസ്റ്റവും മെക്കാനിക്കൽ സിസ്റ്റവും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് കിട്ടും. അഥവാ കോമ്പിനേഷനിൽ കിട്ടുന്ന രണ്ടാമത്തെ ഈ സ്റ്റേജിന് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. ആക്ച്വലി നേരത്തെ ബേസ് സ്റ്റേജും ഇത് ലെവൽ 1 സ്റ്റേജുമാണ്. സോറി, ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ലെവൽ 1, ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ലെവൽ 1, ഡിജിറ്റൽ കൺട്രോൾ എന്ന് പറയുന്നത് ലെവൽ 1, ആക്ച്വേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്ന് പറയുന്നതും ലെവൽ 1 ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് 3 സിസ്റ്റംസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഈ അനലോഗ് മുതൽ നമുക്ക് തുടങ്ങാം. അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഈ കോളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഈ ഗ്രീൻ ഏരിയ വരുന്നുണ്ട്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം. റെഡ് ഏരിയ വരുന്നുണ്ട്, ദാറ്റ് ഈസ് മെക്കാനിക്കൽ സിസ്റ്റം. ആൻഡ് ഓൾസോ ബ്ലാക്ക് ഏരിയ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഈ മൂന്നിൻ്റെയും ഉള്ളിലുള്ള സിസ്റ്റമാണ് ഈ അനലോഗ് സിസ്റ്റം. അഥവാ ഈ 3 സ്ട്രീമിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് അനലോഗ് സിസ്റ്റം. അല്ലെങ്കിൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെയും ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അനലോഗ് സർക്യൂട്ട്സ്. സിമിലർലി നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിനെയും ഡിജിറ്റൽ കൺട്രോളിനെയും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവൽ 2 സിസ്റ്റം കിട്ടും, ദാറ്റ് ഈസ് മൈക്രോ കൺട്രോളിംഗ്. സിമിലർലി ഡിജിറ്റൽ കൺട്രോൾ ആൻഡ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് കമ്പൈൻ ചെയ്താൽ സിമുലേഷൻ കിട്ടും. ആക്ച്വേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ് വിത്ത് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം ചെയ്താൽ സിസ്റ്റം മോഡൽസ് കിട്ടും. അഥവാ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 4 എണ്ണം, ദാറ്റ് ഈസ് അനലോഗ് സർക്യൂട്ട്സ്, മൈക്രോ കൺട്രോൾ, സിമുലേഷൻ ആൻഡ് സിസ്റ്റം മോഡൽസ് ആർ നോൺ ആസ് ലെവൽ 2 സിസ്റ്റംസ്. പിന്നെ എല്ലാ സിസ്റ്റവും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്കൊരു ലെവൽ 3 സിസ്റ്റം കിട്ടും, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് മെക്കാട്രോണിക്സ്. Mechatronics is nothing but combination of all other engineering disciplines. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്തിരിക്കുകയാണ് ഫോർ യുവർ റെഫറൻസ്. ഫസ്റ്റ് ലെവൽ that consists of 2 major engineering technologies fused, and hence level will be comprised of electromechanical engineering or electromechanical systems, that's a combination of electrical and mechanical systems. Then digital circuits, that's the combination of electrical and computer. Digital control, that is the combination of computer and control. And finally sensors and actuators, that is control system and mechanical systems. ഇതാണ് ലെവൽ 1 വരുന്നത്. ലെവൽ 2 വരുന്ന സമയത്ത് 3 മേജർ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് കംപ്രൈസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അഥവാ നിങ്ങൾക്ക് കാണാൻ പറ്റും micro control, that is a combination of digital circuits and digital control. Simulation, digital control and sensors and actuators. System models, sensors and actuators with electromechanical systems. Then analog circuits, that's a combination of electromechanical with digital circuits. And finally the level 3 is altogether mechatronics. And then we will discuss the elements of a mechatronic system. നമ്മുടെ മെക്കട്രോണിക് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടാവും, മെക്കാനിക്കൽ സിസ്റ്റംസ് ഉണ്ടാവും, എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണിത്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള മെക്കട്രോണിക് സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സിനെയാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ സിസ്റ്റംസ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വേറ്റേഴ്സും സെൻസേഴ്സും അടങ്ങിയ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടാവും. ആക്ച്വേറ്റേഴ്സും സെൻസേഴ്സും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് അധികം പോകുന്നില്ല. യു ക്യാൻ റീഡ് ദ സബ് പാർട്സ് വാട്ട് ആർ ദേ. ദെൻ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇൻപുട്ട് സിഗ്നൽ കണ്ടീഷനിങ് ആൻഡ് ഇൻ്റർഫറൻസ്. അഥവാ നമ്മൾ ഇൻപുട്ട് ഇവിടെയാണ് റിസീവ് ചെയ്യുക, ഇവിടെ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യും.
അക്കോർഡിംഗ് ടു ദ സിസ്റ്റം റിക്വയർമെൻറ്റ്. നമ്മൾ സിസ്റ്റത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യും. ആ മോഡിഫൈ ചെയ്യുന്നത് അതിന് കിട്ടുന്ന ഫീഡ്ബാക്ക്, സെൻസേഴ്സിലൂടെയാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുക. ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് ഇൻപുട്ട് സിഗ്നലിനെ കണ്ടീഷൻ ചെയ്യും. ദെൻ ദ സിഗ്നൽ വിൽ ബി കൺട്രോൾഡ് ബൈ നമ്പേഴ്സ്. ഡിജിറ്റൽ കൺട്രോൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമ്മൾ ലോജിക് കൺട്രോളേഴ്സ് ഉപയോഗിക്കും, PLC ഉപയോഗിക്കും, അങ്ങനെ പല വിധത്തിലെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻപുട്ട് സിഗ്നലിനെ കൺട്രോൾ ചെയ്യും. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ ഡിജിറ്റൽ കൺട്രോളിന് ശേഷം ഇൻപുട്ട് സിഗ്നലിന് വന്ന മോഡിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് സിഗ്നലിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഇൻപുട്ട് സിഗ്നൽ ഇലക്ട്രിക്കലോ ഏതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി ആയിരിക്കും. ആ എനർജി ഫോമിനെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഔട്ട്പുട്ട് സിഗ്നൽ നേരെ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ ഔട്ട്പുട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നേരെ നമുക്കൊരു മോട്ടറിലോ ഏതെങ്കിലും എക്യുപ്മെൻറ്റിലേക്ക്, ലെയ്ത്ത് പോലുള്ള മെഷീൻ ടൂൾസിലേക്ക് ഡയറക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യാം. അതിൻ്റെ റിസൾട്ട് ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷന്, ഇത് ഫുള്ളായിട്ടും ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഇടയിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എററോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ ഗ്രാഫിക് ഡിസ്പ്ലേ യൂണിറ്റ്, അതിവിടെ ഉണ്ടാവും. ആൻഡ് മെഷീൻ ടൂളിൽ നിന്ന് കിട്ടുന്ന, അഥവാ ഇപ്പോൾ ഒരു ലെയ്ത്താണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലെയ്ത്തിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ആൻഡ് ആ ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ട് സെൻസർ ഒരു ഫീഡ്ബാക്ക് എടുക്കും. ആ സെൻസർ ഫീഡ്ബാക്ക് ഇൻപുട്ട് സിഗ്നലിൽ കൊടുക്കും. ഇതാണ് ഒരു മെക്കട്രോണിക് സിസ്റ്റം. കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമായി തോന്നാം, പക്ഷേ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻപുട്ട് സിഗ്നൽ വരുന്നു, അതിനെ കണ്ടീഷൻ ചെയ്യുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു, ഔട്ട്പുട്ടാക്കി കൊടുക്കുന്നു. ആ ഔട്ട്പുട്ടാക്കി കൊടുക്കുന്നതിൻ്റെ അകത്ത് ഒരു ഫീഡ്ബാക്ക് ചാനൽ എടുക്കുന്നു, അഥവാ അത് ഫീഡ്ബാക്ക് എടുക്കുന്ന ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ടാണ്. ആ ആക്ച്വേറ്റേഴ്സ് ഒരു സെൻസറായിട്ട് ഇൻപുട്ടുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നു. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം അഥവാ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളും കൂടിയാണ്. അതുപോലെ ഇവിടെ കിട്ടുന്ന എല്ലാ ഡാറ്റാസും എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഈ സിസ്റ്റത്തിൽ ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക് ഡിസ്പ്ലേ യൂണിറ്റും കൂടി മെക്കട്രോണിക് സിസ്റ്റത്തിൽ ഉണ്ടാകും. ദിസ് ഈസ് ദ എലമെൻറ്റ്സ് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റംസ്. നൗ വി വിൽ discuss what are the objective of mechatronics, why we should go for mechatronics. There are plenty of reasons why we should choose mechatronic system, and some of them are to improve product and processes. Second one, to develop novel mechanisms, to design new product, to create new technology using novel concepts. നമുക്ക് രണ്ടോ അതിലധികമോ ഇലക്ട്രോണിക് സിസ്റ്റംസ് അഥവാ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പം ഡിഫിക്കൽട്ട്, ഇമ്പോസിബിൾ എന്ന് പറയുന്ന മെക്കാനിക്കൽ സിസ്റ്റംസ് എല്ലാം തന്നെ നമുക്ക് ഈ കോമ്പിനേഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ നിന്ന് ഇപ്പോൾ മോഡേണൈസേഷൻ, ഓട്ടോമൈസേഷനിലേക്കാണ് എല്ലാ കമ്പനീസും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സ്ട്രീം സ്റ്റഡിയിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല, അഥവാ നല്ല രീതിയിൽ ഒരു ഇൻഡസ്ട്രി പോയി പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വി നീഡ് ടു സ്റ്റഡി ദ കോമ്പിനേഷൻ ഓഫ് എഞ്ചിനീയറിങ്സ്. അതുകൊണ്ട് തന്നെ മെക്കട്രോണിക്സ് ഈസ് വെരി മാൻഡറ്ററി ഫോർ അപ്കമിങ് ഇയേഴ്സ്. നൗ വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്. ദ കോസ്റ്റ് ഈസ് വെരി ലോ കമ്പയർഡ് ടു ദ അക്വയർഡ് ക്വാളിറ്റി. നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ ഉണ്ടാകുന്ന ക്വാളിറ്റിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ എറേഴ്സ് വരാം, പല വിധത്തിലെ മിസ്റ്റേക്സ് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു മെക്കട്രോണിക് സിസ്റ്റത്തിൽ വരില്ല. കാരണം അതിൽ മാക്സിമം നമ്പേഴ്സ് അഥവാ ഡിജിറ്റൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കൺട്രോളിംഗ് ആണ്. ആക്യുറസിയും പ്രിസിഷനും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു ഇനീഷ്യൽ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഇനീഷ്യൽ കോസ്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. perform complicated and precise movement of high quality. ഓൾറെഡി ഞാൻ പറഞ്ഞു, എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ നമ്മളൊരു ചിത്രം വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 3D പ്രിൻറ്റിംഗ് ഉണ്ട്. 3D പ്രിൻറ്റിംഗ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത്രയും മോഡേണായി, ഓട്ടോമേഷനായി നമ്മുടെ വേൾഡ്. സോ വി ക്യാൻ പെർഫോം എനി കോംപ്ലിക്കേറ്റഡ് ആക്ഷൻ യൂസിങ് മെക്കട്രോണിക്സ്. ഹൈലി റിലയബിൾ, ഡ്യൂറബിൾ ആൻഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി. വളരെ ശബ്ദം കുറച്ച് വളരെ കാലം നിലനിൽക്കുന്ന, വളരെ വെറൈറ്റി ആയിട്ട് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് മെക്കട്രോണിക് സിസ്റ്റം. കൺസ്ട്രക്റ്റീവ് കോമ്പാക്ട്നെസ് ഓഫ് മൊഡ്യൂൾ.
നമ്മളുടെ ഒരു വലിയ പ്ലാന്റിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള സ്ട്രീംസൊക്കെ ഉള്ളൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ വളരെ കൂടുതലായിരിക്കും. ഇതെല്ലാം കൂടിയുള്ള ഒരു ഓട്ടോമാറ്റഡ് എക്യുപ്മെൻറ്റ് വെക്കുകയാണെങ്കിൽ, അഥവാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെയും മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സിനെയും എല്ലാം തന്നെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ റിക്വയർഡ് ഫ്ലോർ ഏരിയ കുറയും, അഥവാ നമുക്ക് അധികം സ്പേസ് ഏരിയ ആവശ്യമില്ല. നെക്സ്റ്റ്, സിസ്റ്റം ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് മോണിറ്റേർഡ് റിമോട്ട്ലി. നമ്മളുടെ ഈ സിസ്റ്റം എല്ലാം തന്നെ ഓട്ടോമേഷൻ ആയതുകൊണ്ട് യൂസിങ് വേരിയസ് കൺട്രോളിങ് മെത്തേഡ്സ് വി ക്യാൻ കൺട്രോൾ ദ എക്യുപ്മെൻറ്റ്സ് റിമോട്ട്ലി. വളരെ ദൂരെ നിന്നുകൊണ്ട്, അഥവാ നമ്മൾ ആ പൊസിഷനിൽ അല്ലെങ്കിൽ കൂടി നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ റോക്കറ്റ് ലോഞ്ചിങ്ങെല്ലാം കണ്ടിട്ടുണ്ടാകും. റോക്കറ്റ് ലോഞ്ചിങ്ങിന് വളരെ ദൂരെ നിന്നിട്ടാണ് നമ്മൾ അതിനെ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നിട്ടാണ്. അത്രയും റിമോട്ടായിട്ട്, അതിലും കൂടുതൽ എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും നമുക്കതിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഈ റോക്കറ്റ് മുകളിലെത്തി സാറ്റലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സാറ്റലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത് എല്ലാം തന്നെ വളരെ റിമോട്ടായിട്ട് ഭൂമിയിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം ഇതിൻ്റെ ഒരു വലിയൊരു ഫീച്ചറാണ്, അഥവാ മെക്കട്രോണിക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈൻ. നമ്മളുടെ എല്ലാ സിസ്റ്റം വളരെ ഹൈലി ഫ്ലെക്സിബിളാണ്. എങ്ങനെ വേണമെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെത്തേഡ്സും എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കോസ്റ്റ് ഉണ്ടാകുന്ന കാര്യമല്ല, കാരണം എല്ലാ എക്യുപ്മെൻറ്റ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഒരു കമ്പ്യൂട്ടറിൽ ഒരു വാല്യൂ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിസ്റ്റം മൊത്തത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻക്രീസിങ് ദ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ലിമിറ്റ്സ് ബൈ ഇൻക്രീസിങ് ദ മെഷീൻ യൂട്ടിലിറ്റി ടു ഹയസ്റ്റ് എക്സ്റ്റെൻറ്റ്. 100% നമുക്ക് മെഷീനെ യൂസ് ചെയ്യാൻ പറ്റും, അഥവാ അവിടെ ലോസുകളെല്ലാം വളരെ വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദ ബെസ്റ്റ് ടെക്നോളജി ടു ബി യൂസ്ഡ് ഫോർ അവർ ഫ്യൂച്ചർ. ബട്ട് ദർ ആർ പ്ലെൻറ്റി ഓഫ് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈസ് ഡിഫറെൻറ്റ് എക്സ്പെർട്ടൈസ് റിക്വയർഡ് ഫോർ മെക്കട്രോണിക്സ്. ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ മതി, ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മതി, ഇലക്ട്രോണിക് സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രോണിക് എഞ്ചിനീയർ മതി, കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ ഒബ്വിയസ്ലി കമ്പ്യൂട്ടർ എഞ്ചിനീയർ മതി. പക്ഷേ ഒരു മെക്കട്രോണിക് സിസ്റ്റം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ 4 ഏരിയയിലും നല്ല നോളജുള്ള ഒരു എക്സ്പെർട്ടൈസ് തന്നെ വേണം. അതിൻ്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് മോർ കോംപ്ലെക്സ് സേഫ്റ്റി ഇഷ്യൂസ്. പല ഡിസിപ്ലിനറി എക്യുപ്മെൻറ്റ്സ് അഥവാ മെഷീൻസ് വരുന്നത് കൊണ്ട് തന്നെ ഓരോ ഫീൽഡിലും വേണ്ട എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഈ മെക്കട്രോണിക് സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് ഈ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ സാധിക്കും. ആൻഡ് പവർ റിക്വയർമെൻറ്റ്, പല വിധത്തിലെ എക്യുപ്മെൻറ്റ്സ് ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ ഓവറോൾ പവർ റിക്വയർമെൻറ്റ് വിൽ ബി ഹയർ, മെയിൻലി ഇലക്ട്രിക്കൽ എനർജി. Now we will discuss what are the applications of mechatronics. There are plenty of applications of mechatronics: medical, defense, automotive, manufacturing, smart customer products, ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ്. ഇതിനകത്തെല്ലാം തന്നെ നമ്മൾ മെക്കട്രോണിക്സ് പാർട്സ് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെക്കട്രോണിക്സിൻ്റെ ഏറ്റവും വലിയ ഇതാണ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്, മെംസ് എന്ന് പറയും. മെംസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ എക്യുപ്മെൻറ്റ്സ് ആണ്. സർജറിക്കും അതുപോലെ നമ്മുടെ രാജ്യസുരക്ഷ അഥവാ ഡിഫെൻസിലെല്ലാം നമ്മൾ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. മെംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള ഏത് രോഗവും നമുക്ക് ക്ലിയർ ചെയ്യാം. അഥവാ മെംസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എക്യുപ്മെൻ്റ് ആണ്, അതൊരു മെഷീനാണ്. ആ മെഷീൻ മൈക്രോ ലെവലിലാണ് അതിൻ്റെ സൈസ്. അതിനെ നമുക്ക് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് ഒരു ഹാംഫുൾ ഇല്ലാണ്ട് വായിലേക്കൂടി വേണമെങ്കിൽ കടത്തി വിടാം. അതതിൻ്റെ പാത്ത് നോക്കി പോയി എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ ക്യൂർ ചെയ്തിട്ട് തിരിച്ച് അതേപോലെ പുറത്ത് വരാൻ വരെ കേപ്പബിൾ ആയിട്ടുള്ള മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ഡിഫെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബൗണ്ടറീൻ്റെ അടുത്തൊക്കെ മെംസ് സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ മെംസിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റഡാറിനൊന്നും മെംസ് സിസ്റ്റത്തിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെംസിൻ്റെ ബാരിയേഴ്സ് കുറവാണ്. അത് എവിടെ എങ്ങനെയും സഞ്ചരിക്കും, കാണാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് വലിയ അപകടകരങ്ങളായിട്ടുള്ള സ്ഫോടക വസ്തുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ സാധിക്കും ഈ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസിനെ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് ഈ ടെക്നോളജിക്ക് വളരെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാ മാനുഫാക്ചറിങ്
സിസ്റ്റംസ് ഇപ്പം റോബോട്ടിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ഹാംഫുള്ളും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ മനുഷ്യന് വർക്ക് ചെയ്യാൻ, ഹ്യൂമൻസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഏരിയയിലെല്ലാം തന്നെ നമുക്ക് മെക്കട്രോണിക് സിസ്റ്റത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ മെയിൻ applications of mechatronics, and this is for today. Thank you.